അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പരിശുദ്ധമായ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്നും ഉണർത്തുന്നത് പോലെ തന്നെ മർമ്മപ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ളത് സൂറത്തുൽ കഹ്ഫ് സൂറത്തിൻ്റെ പാരായണമാണ്. അതുപോലെ തന്നെ നഖമുറിക്കാനുണ്ടെങ്കിൽ നഖമുറിക്കാനും അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ദിവസം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ചൂടേറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഉഷ്ണം അതിശക്തമായിട്ട് നമ്മളെ പിടിപെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശ്വാസിനി ഈ ഒരു ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ തീർച്ചയായിട്ടും അവൻക്ക് നരകത്തിൽ നിന്നുള്ള കാവൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ഹറ ഹാദൽ യൗം അല്ലാഹുമ്മ അജിർനി മിൻ ഹരി ജഹന്നം. ഈ പരിശുദ്ധമായ ദിക്ർ എന്താണ് ഇതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. അല്ലാഹുമ്മ ഹറ ഹാദൽ യൗം, ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണല്ലോ. അല്ലാഹുമ്മ അജിർനി മിൻ ഹരി ജഹന്നം, അല്ലാഹുവെ കത്തിയാളുന്ന ആ നരകത്തിൽ നിന്ന്, ആ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണമേ എന്ന് തീർച്ചയായിട്ടും ഒരു വിശ്വാസിനി പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കത്തിയാളുന്ന ആ ജഹന്നമിനെ തൊട്ട് സാക്ഷി നിർത്തിയിട്ട് പറയും, ഈ പറയുന്ന ഈ വ്യക്തിക്ക്, ഈ ഒരു വിശ്വാസിനിക്ക് നീ സാക്ഷി നിൽക്കണം. നിന്റെ കത്തിയാളുന്ന ജഹന്നമിൽ നിന്ന്, ആ നരകത്തിൽ നിന്ന് ഞാൻ സംരക്ഷണം നൽകിക്കൊള്ളാം എന്നുള്ള ആ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിക്ർ പറയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ശാപവാക്കുകൾ പറയാതെ, നശിച്ച ചൂടാണ്, എന്തൊരു ചൂടാണ് എന്നുള്ള ആ ഒരു മോശമായ രീതിയിൽ ശാപവാക്കുകൾ പറയാതെ തീർച്ചയായിട്ടും എല്ലാ ഖൈറും തിന്മകളും സംഭവിക്കുന്നത് മേലായ റബ്ബിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്നാണ് എല്ലാ നന്മകളും തിന്മകളും സംഭവിക്കുന്നത്. അവനാണ് ചൂട് നൽകുന്നതും തണുപ്പ് നൽകുന്നതും മഴ നൽകുന്നതും വെയിൽ നൽകുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ ഒരു വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത് ഈ ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുക മാത്രമല്ല, നാളെ കത്തിയാളുന്ന ജഹന്നമിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും.